മനുഷ്യന്മാരുടെ ഒരു പുതിയളെ. അപ്പൊ ഫ്രണ്ട്സ് ഞങ്ങള് ഓംലെറ്റ് കഴിക്കാനുള്ള കടയിൽ എത്തി. അപ്പൊ ഓംലെറ്റ് കട ഫ്രണ്ട്സ്. അപ്പോൾ ഞങ്ങൾ ഓംലെറ്റ് കഴിക്കാമെന്ന് വിചാരിച്ചു. രാത്രി സമയം എന്തായിടീനെ 11:00. അപ്പോൾ ഞങ്ങൾ എൻ്റെ കൂടിയിൽ പോയിട്ട് ഒരു ഓംലെറ്റ് കഴിക്കാമെന്ന് കഴിഞ്ഞു 11:00. അപ്പോൾ കഴിച്ചു. അപ്പോൾ ഞങ്ങൾ ഓംലെറ്റ് കഴിച്ചിട്ടിടാം. അപ്പോൾ ഓംലെറ്റ് കഴിക്കുന്ന സ്ഥലത്ത് എത്തിയിട്ട് ബാക്കി കാണിച്ചു തരാം. മനുഷ്യന്മാരുടെ ഒരു പുതിയളെ അല്ലേ ഇവർക്ക് ഇപ്പോൾ ഓംലെറ്റ് കഴിക്കണമെന്ന്. എന്നാൽ ശരി, നടക്കട്ടെ. ഓരോരുത്തർക്കും ഓരോ ആഗ്രഹങ്ങൾ. പാവപ്പെട്ട പിള്ളേർ ഇങ്ങനെ ആഘോഷിക്കട്ടെ അല്ലേ. ഇങ്ങനെ നേരെ വണ്ടി സ്റ്റാർട്ടാക്കി ഓംലെറ്റ് ചെയ്യാൻ പോവാണ്. ഇപ്പം വീടൊക്കെ ക്ലോസ് ചെയ്തിട്ടാണ് പോകുന്നത്. അതെ അതെ, ക്യാറ്റ്സ് ഒക്കെ ഇവിടെ കിടപ്പുണ്ട്. ഹോട്ടലടാ, ഇതിനാണ് ഇവിടുത്തെ സിംബു മുഫാസ. ഇവൻ്റെ പേരാണ് മുഫാസ. ഓക്കെ, ഞങ്ങൾ പോയിട്ട് വരാം. ഞങ്ങൾ ഓടിച്ചാടി ഇറങ്ങുന്നു, നേരെ പോകുന്നു. ഇങ്ങനെ കഴിച്ചപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് ഓടിപ്പോയിട്ട് ഞങ്ങൾ ഒരു ഓംലെറ്റ് കഴിക്കുന്ന ഒരു വീഡിയോ ആണ്. ഒരു ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും ജസ്റ്റ് അപ്പോൾ ഗായ്സ് ഞങ്ങൾ ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒരു ഓംലെറ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഓംലെറ്റ് അല്ല, അവിടെ കിട്ടുമ്പോൾ ചിലപ്പോൾ ഇനി മൂടൊക്കെ മാറും. ഞങ്ങൾ അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഓംലെറ്റ് കിട്ടില്ലെങ്കിൽ വേറെ എന്തെങ്കിലും കഴിക്കും. ഫുഡ് കഴിച്ചതാണ് ഞങ്ങൾ ശരിക്കും. അപ്പോൾ ഞങ്ങൾ ഇനി ഒന്നുകൂടി കഴിക്കാമെന്ന് വിചാരിച്ചു. അവിടെ പോയിട്ട് എന്താണെന്നറിയാം. പിന്നെ നമ്മൾ എറണാകുളം സിറ്റിയിലായത് കാരണം കൊണ്ട് വേറെ പ്രശ്നമൊന്നുമില്ല. നമുക്ക് എപ്പോഴാണെങ്കിലും ഫുഡ് കിട്ടൂടാ. അതാണ് ഇവിടുത്തെ ഗുണം അല്ലീന. അത് കാരണം ഭക്ഷണം കിട്ടാണ്ട് ആരും മരിക്കുന്നില്ല. അപ്പോൾ ഫ്രണ്ട്സ് അവിടെ എത്തിയിട്ട് കാണാം നമുക്ക്. ഓക്കെ, ബൈ. അപ്പോൾ ഫ്രണ്ട്സ് ഞങ്ങൾ ഓംലെറ്റ് കഴിക്കാനുള്ള കടയിൽ എത്തി. അപ്പോൾ ഓംലെറ്റ് കഴിക്കുന്ന കട ഞങ്ങൾ കാണിച്ചു തരാം. ഇതാണ് ഗൈസ് ഓംലെറ്റ് കഴിക്കുന്ന കട. ഓംലെറ്റ് കഴിക്കാനായിട്ട് വന്ന് ഞങ്ങൾ പിസ്സ കഴിക്കാൻ പോവാണ്. അപ്പോൾ ഗൈസ് അപ്പോൾ പിസ്സ ഓർഡർ ചെയ്തിട്ട് ബാക്കിയെല്ലാം കാണിച്ചിട്ട് അർബൻ ഫോറസ്റ്റിലാണ് വന്നേക്കുന്നത്. അപ്പോൾ ഞങ്ങൾ എന്ത് പിസ്സ എന്താ കഴിക്കാൻ പോകണമെന്ന് അറിയില്ല. ഞങ്ങൾ ജസ്റ്റ് ഇവിടെ വന്നോന്നുള്ളൂ. എന്താ കഴിക്കണമെന്നൊന്നും പ്ലാൻ ചെയ്തിട്ടില്ല. വന്നു കയറി ബാക്കി കാണാം. അപ്പോൾ ഗൈസ് അർബൻ ഫോറസ്റ്റിലേക്ക് എൻ്റർ ചെയ്ത് നടത്തി. എവിടെ ഇരിക്കും ജീനെ? ചെറിയ ടേബിൾ. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഞങ്ങൾ അർബൻ ഫോറസ്റ്റിലാണ് വന്നെത്തിയിരിക്കുന്നത്. ഞാൻ അവിടെ ഒന്ന് ബുക്സൊക്കെ വായിച്ചു. ഇനിയിപ്പോൾ വന്നിട്ടുണ്ട്. ഞാൻ ഇനിയിപ്പോൾ ഇവിടെ വന്നിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഞങ്ങൾ അവിടെ ബുക്സ് വായിച്ചില്ല പറയാം. അപ്പോൾ ഞാൻ ഇനിയും കൂടെ ഞങ്ങൾ വന്നിട്ടുണ്ട് ആക്ച്വലി. പക്ഷേ ഇന്നിപ്പോൾ പെട്ടെന്നായിരുന്നൊരു വരം. ഇവിടെ ഭയങ്കര ആംബിയൻസ് ഉള്ള സ്ഥലമാണ് കണ്ടോ ഗൈസ്. നല്ല രസമാണ്. അപ്പോൾ ഇതാണ്. അപ്പം ഇനി പിസ്സ ഓർഡർ ചെയ്യാൻ ഉള്ള പുറപ്പാടിലാണ് കേട്ടോ ഗൈസ്. അപ്പോൾ നോക്കട്ടെ. അപ്പം ഇനി നോക്കിയിട്ട് ബാക്കി ഞാൻ ഓർഡർ ചെയ്തിട്ട് ബാക്കിയെല്ലാം കാണിച്ചു തരാം. ഇവിടുത്തെ വൈബ് എന്താണെന്ന് വെച്ചാൽ നമുക്കിവിടെ ബുക്സൊക്കെ അവൈലബിൾ ആണ്. എന്തൊക്കെ ബുക്സ് വേണമെങ്കിലും വായിക്കാനൊക്കെ നമുക്കിവിടെ ബുക്സൊക്കെ വായിക്കാം. പിന്നെ ഗെയിംസൊക്കെ കളിക്കാം. നൈസാണ് അവിടെ. ഒരു ആംബിയൻസ് സെറ്റപ്പാണ് നൈസ്. പിന്നെ പ്ലഗ് വരെ ഉണ്ട് നമുക്കിവിടെ. നമുക്ക് എത്ര സമയം വേണമെങ്കിൽ സ്പെൻഡ് ചെയ്യാം. നമുക്ക് അതിനൊരു ബുദ്ധിമുട്ടില്ല. നല്ല രസമാണ് ഗൈസ് ഇവിടെ ഇരിക്കാൻ. ഊഞ്ഞാലൊക്കെ ഉണ്ട്. ഇടയ്ക്ക് വരുമ്പോൾ ഇങ്ങനെ ഇരിക്കാറൊക്കെ ഉണ്ട്. പക്ഷേ ദിസ് ടൈം ഫ്രണ്ട്സ് ഫസ്റ്റ് ടൈമായിട്ട് ഞാൻ ഊഞ്ഞാലിരിക്കുന്നു ഇവിടെ വന്നിട്ട്. ഇതിനു മുമ്പ് ഇരുന്നിട്ടില്ല. ഫസ്റ്റ് ടൈമാണ് ഇവിടെ വന്നിട്ട് ഊഞ്ഞാലിരിക്കുന്നത്. ഇതിനു മുമ്പ് വന്നിട്ടുണ്ട്. ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ വന്നിട്ടുള്ളത്. പക്ഷേ ഇപ്പോഴാണ് ഫ്രീ ആയിട്ടൊന്നും ഇരിക്കാനും ഒക്കെ സമയം കിട്ടിയിട്ടുള്ളത്. നിങ്ങൾ ഇതിനു മുമ്പ് ഇവിടെ വന്നിട്ടുണ്ടോ? കൊച്ചിയിലുള്ളവരാണെങ്കിൽ ഇവിടെ വന്നിട്ടുള്ളവരാണെങ്കിൽ കമൻറ്റ് ചെയ്യാം. പിന്നെ
ഇവിടെ നല്ല അടിപൊളി എല്ലാം നമ്മൾ ഓർഡർ കൊടുത്തതിന് ശേഷം മാത്രമാണ് അവർ കുക്ക് ചെയ്യുള്ളൂ. ഭയങ്കര രസമുണ്ട് ഇവിടെ, നല്ല വൈബാണ്. നമുക്കിവിടെ ചില്ല് ചെയ്ത് കുറേ നേരം ഇരിക്കാനും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. എല്ലാവരും ഒന്ന് വന്നു നോക്കുക. അർബൻ ഫോറസ്റ്റ് എന്നാണ് ഈ ഷോപ്പിൻ്റെ പേര്, മുട്ടത്തുള്ള അർബൻ ഫോറസ്റ്റ്. അപ്പോൾ എല്ലാവരും വന്ന് നോക്കുക. ഞങ്ങൾ ഓർഡർ കൊടുത്തിട്ടില്ല, നിലവിൽ ഞങ്ങൾ ഓർഡർ കൊടുത്തില്ല, കുറച്ച് ഇരുന്നിട്ട് ഓർഡർ കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനിവിടുത്തെ ആംബിയൻസ് ഒന്ന് കാണിച്ചത്, ജസ്റ്റ് ഫുള്ളായിട്ടൊന്ന് കാണിച്ചത്. നിങ്ങൾക്ക് ഇതിലിപ്പോൾ കണ്ടിട്ടുണ്ടാവില്ല, ഞാൻ ഫുള്ളൊന്ന് കാണിച്ചത്. ഓൾമോസ്റ്റ് ഫുള്ള് നേച്ചറാണ് ഇവരുടെ മെയിൻ ഫോക്കസ്. അതാണ് ഇവരുടെ ഷോപ്പിൻ്റെ ഹൈലൈറ്റ്. ഫുൾ നേച്ചർ എഫക്റ്റാണ്. ഇത് അവളവിടെ ഇരിപ്പുണ്ട്, ഫോൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ നേച്ചറാണ് അവരുടെ മെയിൻ ഒരു ടാർഗറ്റ്. നമ്മളൊരു ബിസിനസ് നടത്തുമ്പോൾ ശരിക്കും നമ്മളൊരു ഫോക്കസ് ചെയ്തിട്ടൊരു കാര്യം ചെയ്യണം. നമ്മൾ കുറേ സാധനങ്ങളൊന്നും കൊണ്ടുവന്നിട്ടിട്ടൊരു കാര്യമില്ല, കുറേ അലവലായ സാധനങ്ങൾ കൊണ്ടുവന്ന് കടയിലിട്ടിട്ടൊന്നും ഒരു കാര്യമില്ല. അതും ലൈറ്റ് കാര്യങ്ങളൊന്നും കൊണ്ടുവന്നിട്ടൊരു കാര്യമില്ല. പക്ഷേ നമ്മൾ കൊണ്ടുവയ്ക്കുന്ന എന്ത് സാധനമാണോ അത് അത്രയും പെർഫെക്റ്റായിട്ട് അതിൻ്റേതായ ഒരു സ്റ്റാൻഡേർഡിൽ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല രസമായിരിക്കും. അതാണ് ഇപ്പോൾ ഇവരും ചെയ്തേക്കണത്. കണ്ടോ, ഓരോരോ ചെടികളും അത് കൊണ്ടുവന്ന് വെച്ചേക്കണതിൻ്റെ ഒരു ഭംഗിയാണ് നമുക്ക് കാണുന്നത്. അതുകൊണ്ടാണ് ഈ കടയുടെ മെയിൻ ഹൈലൈറ്റ്. പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ല. ശരിക്കും നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ആ വീഡിയോ കണ്ടറിയാം, നിങ്ങൾ പ്രത്യേകിച്ച് ഒന്നുമില്ല. പക്ഷേ ആ ഇരിക്കുന്ന സാധനങ്ങൾ അത്രയും ഭംഗിയിലായത് കാരണം കൊണ്ടാണ് ഈ ഷോപ്പ് അത്രയ്ക്ക് ഫേമസ് ആയത്. ഇവർക്ക് രാത്രി ഈവനിങ് 5 to 12 o'clock വരെ ഉണ്ട്. അപ്പോൾ എല്ലാവരും വന്ന് നോക്കുക. അവിടെ വന്നിട്ട് കയറി ഫുഡൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഫുഡെന്ന് വെച്ചാൽ കാര്യമായിട്ടുള്ള മെനൂസ് ഒന്നും ഇല്ല, ഉള്ള മെനൂസ് ഭയങ്കര അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഗൈസ്, അപ്പോൾ എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞങ്ങൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞിട്ട് അത് കാണിച്ചു തരാം. ഫ്രണ്ട്സ്, നമ്മളിതിൽ ഏതാണ് ചൂസ് ചെയ്യേണ്ടത്? അപ്പോൾ ഇതിൽ കറക്കി കുത്താന്ന് വിചാരിക്കുന്നത്. കറക്കി കുത്തണോ അതോ ഏതെങ്കിലും ചൂസ് ചെയ്യണോ അപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതൊന്നും ചൂസ് ചെയ്തിട്ടില്ല. നോക്കട്ടെ എന്തെങ്കിലും കറക്കി കുത്താൻ പറ്റുമോ. ഗൈസ്, ഞാൻ ഓർഡർ കൊടുത്ത ഒരു ക്ലാസിക് വാനിലയും പിന്നെ ഒരു സൂപ്പും കൊടുത്തിട്ടുണ്ട്. ഈ സൂപ്പും കൊടുത്തിട്ടുണ്ട്, പാസ്തോ ചിക്കൻ സൂപ്പും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ടൈം എടുക്കും. അപ്പോൾ നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. ഓക്കെ ഗൈസ്, അപ്പോൾ അത് വരുന്നവരെ വെയിറ്റ് ചെയ്യാം. 2 hours later. അപ്പോൾ ഗൈസ്, എൻ്റെ വാനില വന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യം വാനില കുടിക്കാം. കുഴപ്പമില്ല, പക്ഷെ അത്ര മധുരമില്ല. എന്നാലും കുഴപ്പമില്ല, മധുരം അത്രക്കില്ല. ഓക്കെ, ഇവളെ എന്നെ പറ്റിച്ചു. ഇവള് ഏതോ നല്ല സാധനം വാങ്ങിയിട്ട് എനിക്ക് മാട്ട സാധനം. നീ എന്തെടുത്ത് പറയാല്ലേ? അത് ഞാൻ തന്നെ സെലക്ട് ചെയ്തത്. പക്ഷെ ഇവളിത് പറഞ്ഞായിരുന്നു ഞാൻ ഇത് വാങ്ങിയിരുന്നു. എന്നാലും കുഴപ്പമൊന്നുമില്ല, ഒരു ചതി കിട്ടി. എന്നാലും കുഴപ്പമില്ല, നല്ലതാണ്. ഫ്രണ്ട്സ്, എൻ്റെ സൂപ്പ് വന്നിട്ടുണ്ട്, ചിക്കൻ പാസ്തോ സൂപ്പ്. അപ്പോൾ ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ലതാണ്. എനിക്കാണെങ്കിൽ ചെറുതായിട്ട് കോൾഡായിട്ട് ഇരിക്കുകയാണ്. ഞാൻ അതുകൊണ്ടാണ് സൂപ്പ് പറഞ്ഞത്. സംഭവം അടിപൊളിയാണ്, നല്ല രസമുണ്ട്. അപ്പോൾ 1/2 ആണ് ബുക്ക് ചെയ്തത്. അപ്പോൾ അവൾക്കും കഴിക്കാനായി, എനിക്ക് കഴിക്കാൻ പറ്റി. നല്ലതാണ്, നല്ല അടിപൊളി സൂപ്പാണ് ഗൈസ്. ഇവിടെ ഒന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ചിക്കൻ പാസ്ത അടിപൊളിയാണ് ഗൈസ്. അപ്പോൾ എല്ലാവരും വന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഭയങ്കര ഒരു കോൾഡൊക്കെ ആയിട്ട് വന്നിരിക്കുമ്പോൾ സൂപ്പ് കുടിക്കുന്നത് നല്ലതായിരിക്കും ഗൈസ്. അപ്പം സൂപ്പറാണ്. അപ്പോൾ എല്ലാവരും വന്ന് ട്രൈ ചെയ്ത് നോക്കാം. നല്ല അടിപൊളിയാണ്. ചിക്കനൊക്കെ ഉണ്ട് കേട്ടോ. നമ്മളെ ചിക്കനൊന്നും ഇല്ലാന്ന് ചോദിക്കണം, ചിക്കനൊക്കെ ഉണ്ട്. നല്ല അടിപൊളിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. വേറെ ഉണ്ടായിരുന്നു, ഞാൻ ഇത് സെലക്ട് ചെയ്തെന്നേ ഉള്ളൂ. ഒരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട്. അപ്പോൾ ഗൈസ്, ഞങ്ങൾ ഓർഡർ ചെയ്ത അടുത്ത പിസ്സ വന്നിട്ടുണ്ട്. പിസ്സ അപ്പോൾ ഇത് ഞങ്ങൾ സ്ഥിരം കഴിക്കാറുള്ള അവിടെ ബാർബിക്യൂ അല്ലേ? ബാർബിക്യൂ പിസ്സ ഇത് ഞങ്ങളിവിടുത്തെ കഴിക്കാറുള്ളതാണ്. അപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് ഇതും നമുക്കിട്ട് കഴിക്കാൻ കിട്ടുന്നുണ്ട്. ഇത് ഞങ്ങൾ കഴിച്ചിട്ടുള്ളതാണ്. എടുത്ത് കഴിച്ചോക്കാം. ഞങ്ങൾ സ്ഥിരം കഴിക്കാറുള്ള ബീച്ച് സെൻ്റർ കണ്ടോ, നമുക്ക് കഴിച്ചു നോക്കാം. ഞങ്ങൾ കഴിക്കാറുള്ളതുണ്ടോ ബാർബിക്യൂ പിസ്സ? അത് അടിപൊളിയാണ്. ഞാൻ ജസ്റ്റ് നിങ്ങളോട് പറയാൻ വേണ്ടി മാത്രം
ജസ്റ്റ് ഈ വീഡിയോ എടുത്തു തന്നുള്ളൂ. എല്ലാം കൂടി കഴിക്കാൻ പറ്റില്ല, ബാക്കി ബാലൻസ് ചെയ്യുന്ന ഫുഡിന് ബാലൻസ് ആണ്. ഇത് കുടിക്കാനും പറ്റുന്നില്ല, കഴിക്കാനും പറ്റില്ല എന്ന അവസ്ഥയായി. വയറൊക്കെ ഭയങ്കര ബൾജായി കഴിച്ചു. അപ്പോൾ തീരെ പറ്റാത്ത അവസ്ഥയാണ്. ഇനി ബാലൻസ് കുറച്ചുകൂടി ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. ഇത്രയുണ്ട്, ഓരോ ഞാൻ കാലിയാക്കി. ഇനി ഒരു പിzzയുടെ പീസും ഉണ്ട്, ഒരു ഇതുണ്ട്, ഒരു ഇതിൻ്റെ കഴിഞ്ഞു, അപ്പുറത്ത് തന്നെ കൂടി ഉണ്ട്, അതും ഉണ്ട്. അപ്പോൾ ഇത് കാലിയാക്കാൻ പറ്റുന്നില്ല ഗൈസ്. ഇതെങ്ങനെ കാലിയാക്കുമെന്നാണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാലും ഇടിച്ചും പിടിച്ച് ഞാൻ ഇത് കാലിയാക്കും. എൻ്റെ പണി ഞാൻ ക്ലിയർ ആയിട്ട് ചെയ്തിട്ടുണ്ട്, ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ എല്ലാം നല്ല വൃത്തിക്ക് തിന്ന് തീർത്തിട്ടുണ്ട്. ഞാൻ ബുക്ക് ഓർഡർ ചെയ്തെല്ലാം തീർത്തിട്ടുണ്ട്. ഇനി അവളുടെയാണ്, ഇനി അവളത് തിന്ന് തീർക്കട്ടെ. ഒരു പിzzയും കൂടി ഉണ്ട്, ഒരു പീസും കൂടി ഉണ്ട്. ഞാൻ ക്ലിയർ ചെയ്തിട്ടുണ്ട്, ഞാൻ കാണിച്ചു ഗൈസ്. എൻ്റെ ഞാൻ നന്നായിട്ട് തിന്ന് ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഇത് അവളുടെയാണ്, ഇത് അവൾ തിന്ന് തീർക്കും. എൻ്റെ ഞാൻ നല്ല വൃത്തിക്ക് കഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം അത് അവൾ തിന്ന് കഴിഞ്ഞിട്ട് ഇവിടുന്ന് എസ്കേപ്പ് ഇടാം. എങ്ങനെയുണ്ട് ജീന? വയ്യേ വയ്യാടാ ഗൈസ്. നീ ഇവിടെ ഉറങ്ങാതാണ് എൻ്റെ പ്ലാൻ. പുതപ്പോട് നേരം ഞാൻ അവിടെ കിടന്നുറങ്ങിയത് കേട്ടാ. ഇവിടെ അങ്ങനെ കിടന്നുറങ്ങാതാണ് എൻ്റെ പ്ലാൻ. പക്ഷെ പുതപ്പോടുന്നില്ല. ഇനി ഇവരെന്തായാലും 2 മണി വരെ ഉണ്ടല്ലോ. അല്ല 2 മണി വരെ സമയം ഉണ്ടല്ലേ, 3 മണി വരെ സമയമുണ്ട്. അപ്പോൾ 3 മണിക്കുള്ള എപ്പോഴെങ്കിലും എനിക്ക് പോയാൽ മതി, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതെല്ലാം ഫിനിഷ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മതി ഇറങ്ങി. അവർക്ക് എന്തെങ്കിലും കൂടി വാങ്ങണം കേട്ടോ ഗൈസ്. അപ്പോൾ അതും കൂടി ഞാൻ കാണിച്ചിട്ട് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ അവളെ കഴിക്കൽ കൂടി കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് ഇറങ്ങാണ് ഗൈസ്. അപ്പോൾ ബാക്കിയുള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഫ്രണ്ട്സ്, ഞങ്ങളിവിടെ നിന്ന് ഇറങ്ങുകയാണ്. ഞങ്ങളപ്പോൾ പോകണമെങ്കിൽ അവർക്ക് എന്തെങ്കിലും കൂടി വാങ്ങണം. ഞങ്ങൾ അർബൻ ഫോറസ്റ്റിൽ നിന്ന് ഇറങ്ങുകയാണ് ഗൈസ്. അപ്പോൾ ഞങ്ങൾ പോവുകയാണ് ഇവിടുന്ന്. അപ്പോൾ അവിടെ ചെന്നിട്ട് അവർക്ക് എന്തെങ്കിലും കൂടി വാങ്ങിയിട്ട് ഞങ്ങൾ വീട്ടിൽ പോകണം. അപ്പോൾ ചിലപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യും, അല്ലെങ്കിൽ അവിടെ നിന്ന് എന്തെങ്കിലും കൂടി വാങ്ങണത് കൂടി കാണിച്ചിട്ട് വൈൻഡപ്പ് ചെയ്യും. ഓക്കെ ഗൈസ്. അപ്പോൾ എന്താണെന്ന് ഞാൻ നോക്കിയിട്ട് പ്ലാൻ ചെയ്യാം. ചിലപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യും, അല്ലെങ്കിൽ അവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യും. ഓക്കെ, ബൈ ഗൈസ്. അപ്പോൾ ഫ്രണ്ട്സ്, ഇനി ഞങ്ങൾ ഇവിടുന്ന് ഒരു ഓംലേറ്റും കൂടി 2 ഓംലേറ്റും കൂടി വാങ്ങിയിട്ട് പോകാമെന്ന് വിചാരിക്കുന്നു വീട്ടിലേക്ക്, മമ്മിക്ക് കൊടുക്കാനും അങ്ങനെ. അപ്പോൾ ഇവിടുന്ന് വാങ്ങാമെന്ന് വിചാരിക്കുന്നത്. ഇവിടെ ഓംലേറ്റ് ഉണ്ടോ ചോദിച്ചോട്ടെ, ഒരു മിനിറ്റ് ഗൈസ്. കാഴ്ചപ്പോഴും ഓംലേറ്റ് ഉണ്ട്. അപ്പോൾ ഇവിടുന്ന് വാങ്ങാമെന്ന് വിചാരിക്കുന്നു. എത്രണ്ണം വാങ്ങണമെന്ന് കൂടി 4 ഡിസ്കസ് ചെയ്തിട്ട് വാങ്ങാം. അപ്പോൾ വിളിച്ച് ചോദിക്കട്ടെ, മമ്മീനെ വിളിച്ചിട്ട് എത്രണ്ണം വേണോ ചോദിച്ചോട്ടെ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടുന്ന് വാങ്ങാൻ പോകണം. അപ്പോൾ നോക്കട്ടെ എത്രണ്ണം വേണമെന്ന് വിളിച്ച് നോക്കാം, മമ്മീനൊന്ന് വിളിച്ച് നോക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ ഒന്ന് വെയിറ്റ് ചെയ്യൂ ഗൈസ്. ഈ വീഡിയോ ഇവിടം വരെ ഉള്ളൂ. അപ്പോൾ അടുത്തൊരു വ്ളോഗിൽ കാണുന്നവരിക്കും ബൈ ഗൈസ്. അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഇനി കൂടുതലൊന്നും കാണിക്കാനില്ല, ഇനി വീട്ടിൽ പോയി കിടന്നുറങ്ങാനാണ് പോണത്. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഗൈസ്, ബൈ ഗൈസ്, ചേട്ടാ. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരിക്കും ബൈ ഗൈസ്.